2026 ഓക്കെ ആണോ? 2026 സിക്സ് പാക്ക് ആക്കാന്ന് പറയണമെന്നാലും വലിയ നമ്മൾ ഇതിനെ കളിയാക്കും, കാരണം നമ്മൾ കളിയാക്കുമ്പോഴാണ് കൂടുതൽ മോട്ടിവേറ്റഡ് ആവുന്നത്. പണ്ട് എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. പോയിട്ട് വേണം പൊറോട്ട ബീഫ് ഒന്നില്ലേ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ബിജോയൊക്കെ സെഞ്ചുറി ആയി, വെയിറ്റ് 100 ആയി. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ക്രൂവിലുള്ള എല്ലാ ആൾക്കാരും ഞാൻ ജിമ്മിൽ കയറ്റി വർക്കൗട്ട് ചെയ്യിച്ച് അവരെ ഹെൽത്തി ആക്കാൻ വേണ്ടി പോവുകയാണ്. പുള്ളി ഷൂസൊക്കെ വാങ്ങിച്ചു കേട്ടോ, സോക്സൊക്കെ കണ്ടോ. പിന്നെ അതുപോലെ അനീഷൊക്കെ ഹെൽത്തി ആയില്ല, ഹെൽത്തി അല്ല. അപ്പോൾ ഞാനായിരുന്നാലും അല്ല, നമ്മളെല്ലാവരും വർക്കൗട്ടൊക്കെ ചെയ്ത് ഹെൽത്തി ആവാൻ വേണ്ടി പോവാണ്. എഡിറ്റർ ആൻഡ് ക്യാമറമാൻ എല്ലാം ഇരുന്ന് വർക്ക് ചെയ്ത് പുള്ളി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി അനീഷിനെ പോയി പിക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി പുതിയ ജിമ്മിൽ ഒരുമിച്ച് എല്ലാവരും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതും വീട്ടിന് തൊട്ടടുത്തുള്ള ജിമ്മാണ്. ഇനി അതിൽ ഇനി മുടക്കം കാണിക്കും, ഇടിക്കും. മറ്റേ ദൂരെ എന്തെങ്കിലും പറയാം. ഇത് അടുത്തുള്ള ജിമ്മാണ്. അപ്പോൾ അനീഷിനെ തൂക്കാൻ പറ. അനീഷിൻ്റെ കുട്ടിപ്പട്ടളങ്ങളെത്തി. വെരി സനീഷ്. ഓ എവിടെ നിങ്ങളുടെ മുതലാളി എവിടെ? അനീഷിൻ്റെ പട്ടിക്കുട്ടികളെ കണ്ടോ? പട്ടിക്കുട്ടികൾ എവിടെടാ? എവിടെ പോയ ലാഗാണ് അവൻ. 7 മണിക്ക് വിളിച്ചെണീപ്പിച്ചു. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് 10 മിനിറ്റായി. അവൻ്റെ പട്ടികൾ ഫസ്റ്റിലെത്തി. ഇവന് ഇതുവരെ എവിടെ പോയി ലാഗാണ്. എങ്ങനെ നേരത്തേക്ക് ഇറങ്ങിയ ഏറ്റവും അവസാനം ഇറങ്ങാൻ പോണവനാണ്. അതാണ് ഇവൻ്റെ പ്രത്യേകത. പിന്നെ ബിജോയ് ഫുൾ കോസ്റ്റ്യൂമിലാണ് വന്നേക്കുന്നത്. ജിം വേഴ്സിലാണ് വന്നേക്കുന്നത്. ഫുൾ ജിം വെയറൊന്നുമല്ല, ഒരു ഷോർട്സ് ടീഷർട്ട്, അതിനെന്തൊരു ജിം വെയർ മതി. അതൊക്കെ ഒരാളോടെ വിജയ് എത്ര ദിവസത്തേക്കാണെന്ന് അറിയാൻ വയ്യ. ഇല്ല പട്ടികളുടെ മോളിൽ കയറിപ്പോയി വീണ്ടും. ഇത് എന്ത് ലാഗടെ, നമ്മളെ വർക്കൗട്ടുകളെ മൂടും കൂടി പോണു. സിംഗ കുട്ടികൾ ബസ്സിലെ വന്നു മണ്ണിൽ തിരിച്ചേരി പോണം. വാടാ വാ, നാക്ക് മളിയിട്ടിരിക്കുകയാണ് പട്ടികൾ. എൻ്റെ അനുസരണമുള്ള പട്ടികളാണ്. തുറന്നുവിട്ടേ പോടും തമ്പാര് വരെ. വിളിച്ചിട്ട് വേടായി നിന്റെ ഓണറിനെ. നിങ്ങൾക്ക് നേരത്തെ ഇറങ്ങാൻ അറിയാമല്ലോ. ഹായ്. ഓ തിന്നോ ഇത്ര പറ്റില്ല. നിങ്ങളെ തള്ള എവിടെ ഡോറ വരണം. മുണക്കം വയറാത്തോട്ട് പിടിക്കാതാ, ബാക്ക് തള്ളി അകത്തോട്ട് പിടിച്ചപ്പോൾ. ടാർസ ഓൾറെഡി എറണാകുളത്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് സെറ്റായിട്ട് നിൽക്കണം. ഹെൽത്തിയാണ് പുള്ളി ഫുള്ള്. നമ്മൾ മാത്രം അൺഹെൽത്തി. ബൈക്കട അനീഷ് ആണ്ടാ കയറിപ്പോണണ്ടാ. നമ്മളൊരു ചായയും കുടിച്ചിട്ട് ഇന്നിരുന്നെങ്കിലും പുള്ളി ലേറ്റാണ് പുള്ളിയുടെ പതിവ്. ഇനി നേരെ ജിമ്മിലോട്ട് വിടാൻ കഴിയും. ഗൈസ്, ഇതാണ് ബോഡി കോമ്പോസിഷൻ അനലൈസ്. ഇവൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് ഇപ്പം അറിയാൻ പറ്റും. വെയിറ്റ് കൂടിയാട്ടെ. എത്ര? 101.5 സെഞ്ചുറി. ഇനി ബോഡി ഫാറ്റ് ഒക്കെ എത്ര നോക്കാം നമുക്ക്. 42.6. ഇവന് എത്ര ഏജിന്റെ ഇതാണുള്ള? 27. 27 വയസ്സുകാരന്റെ ഉള്ള ബോഡി. ഓ 19 വയസ്സല്ലേ? 19 വയസ്സുള്ളൂ. ഞാൻ 20 കൂടിയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പൊ 27 ആയില്ലേ? അത് 27 പിടിച്ചോട്ടു. അത് കറക്റ്റ് ആണ്. ഇതിൽ നമ്മൾ എന്തൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ? ബോഡി ഫാറ്റ് പെർസെന്റേജ്, ബോഡിയുടെ പ്രോട്ടീൻ കണ്ടന്റ്, വാട്ടർ കണ്ടന്റ്, പിന്നെ ഓവർ ബോഡി റിസൾട്ട് വരുമ്പോൾ ഇപ്പോൾ ഓവർ വെയിറ്റ് ആണ് കാണിക്കുന്നത്. പിന്നെ അങ്ങനെയാണല്ലോ. ഇന്നലെ കഴിച്ചോളൂ രാത്രി പൊറോട്ടയും മുട്ട ചിക്കനും. ഇതോട്ട് ഡയറ്റ് ചെയ്യണം കേട്ടോ. ബ്ലോഗിംഗ് ഇല്ല, ഫുഡ് ബ്ലോഗിംഗ് ഇല്ല. ഉണ്ട്, അത് കുറച്ച് ടേസ്റ്റ് ചെയ്താൽ മതിയല്ലോ. കണ്ടന്റ് കുറച്ച് ടേസ്റ്റ് ചെയ്താൽ. BMI റേറ്റൊക്കെ ഹൈ ആണ്. 34.3 ആണ്. 23 ആണ് വേണ്ട BMI റേറ്റ്. ഇപ്പം 34 ബോഡി മാസ് ഇൻഡെക്സ്. മാസ് കൂടുതലാണ് നമുക്ക്. നിന്റെ ഹൈറ്റിനും കാര്യങ്ങളൊക്കെ ബോഡി വെയിറ്റ് വേണ്ട 74.9 ആണ്. ഇപ്പോൾ 101 ഉണ്ട്. ലാസ്റ്റ് വീക്ക് നോക്കിയാൽ 100 അല്ലായിരുന്നു. 100 അപ്പോൾ 1 കിലോ കൂടി ഒരാഴ്ച 1 കിലോ കൂടി. എനിക്ക് 66 കിലോ. ഇനി കഴിഞ്ഞ ജനുവരി പറഞ്ഞ കണക്കായിരിക്കില്ല. ഇനി ബോഡി സെറ്റാക്കില്ലേ പിള്ളേരെ പിടിച്ച് ഊക്കി വിടും. 2026 ഓക്കെ ആണോ? 2026 സിക്സ് പാക്ക് ആക്കാന്ന് പറയണമെന്നാലും വലിയ ട്രെയിനറിന്റെ വർക്കൗട്ടും കൂടി ഇന്നത്തെ കണ്ടിട്ട് ഇതൊക്കെ പറയാം. ആദ്യമായി പതിവ് പോലെ
ഈശ്വര പ്രാർത്ഥന ഈശ്വര And 5. Okay. Down to Hey, back over here. Maximum seven structure. The 5 sets maximum structure. 1 maximum structure. 1, then 2, 5, 6, 7, 8, 9. ഈ ആവേശം 10 സെക്കൻഡായിട്ട് കാണുന്നില്ല. എനിക്ക് ഇവർക്കുള്ള സെയിം വർക്കൗട്ട് വേണ്ട. ഞാൻ മായി Last time 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Relax. ശരി നീ വർഷത്തിൽ സെറ്റ് ആക്കി നീ ഇടിക്കും. ഒരു മിനിറ്റ് പെട്ടെന്ന് പോടാ. 10. Nice to meet you. 20. Really? Nice to meet you. 25. 30. 1 minute. Go. Go. വിജയ് സൂപ്പർമാൻ. 20 seconds. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Okay. ചത്ത് ഞാൻ പുറമെ കാണിക്കണമെന്നുള്ള അകത്ത് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? വിജയ് നല്ല വേദനയുണ്ട്. പണ്ട് കോമ്പറ്റീഷൻ തുടങ്ങണ്ട. ഇതേ ഈ ഷൂസ് വീടിന്റെ ഫ്രണ്ടിൽ ജിമ്മുണ്ട്. ഇവിടെ നിന്റെ വീട്ടിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ജിമ്മുണ്ട്. അവിടെ പോകാൻ വേണ്ടി അയച്ചാണ്. 2 ദിവസം പോയിട്ട് നിർത്തി. എത്ര 1 കിലോമീറ്ററിനകത്ത് എത്ര ദിവസം വരുന്നുണ്ട്. ഇനി എന്തായാലും പറഞ്ഞാൽ 2026 പകുതിയോടുകൂടി വിജയിനെ പ്ലാസ്റ്റർ സർജറി ചെയ്യാൻ പോകുന്നത്. ഋത്തിക് റോഷനാണ് വർക്കൗട്ട് ചെയ്തത്. എന്ത് വിജയ് നീ ആവില്ലേ പോന്ന കോൺഫിഡൻറ്റോടാ. ഋത്തിക് റോഷനാകാൻ പറ്റില്ല. നീ ബോഡി എല്ലാവരും ഇനി ഋത്തിക് റോഷൻ മാറ്റിട്ട് എല്ലാവരും വിജയെ പോലെ ആവണം പറയും അല്ലേ? അത്രേ ഉള്ളൂ. കഴിഞ്ഞ 1-ാം തീയതി തന്നെ പറഞ്ഞത്. അനീഷും അതുപോലെ തന്നെ ചേഞ്ച് ആവും. ആ പുള്ളി അവിടെ ആ പുള്ളി അവൻ ഇത്രയും നാൾ കള്ള വർക്കുണ്ടായിരുന്നു. അവിടെ ഒന്നും ചെയ്യില്ല. ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് കേക്കൊക്കെ വരുന്ന പരിപാടി അത് നിർത്തിച്ച്. ഇനി വർക്കൗട്ട്സ് എങ്ങനെയാണ്? സെറ്റ് ആവും. പ്രാർത്ഥിക്കാനാ ഇപ്പൊ ചെയ്തതെല്ലാം നമ്മളുടെ സ്ട്രെങ്തിന് വർക്കൗട്ട്. അടുത്തതിന് വെയിറ്റ് ട്രെയിനിങ് ആണ്. ഡെഡ് ലിഫ്റ്റ് കളിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഞാൻ മുമ്പ് എനിക്കൊരു പഴയ കാലമുണ്ട്. ആ ഫോട്ടോയുടെ സൈഡിൽ കാണിച്ചത്. എത്ര എടുക്കുമായിരുന്നു ലിഫ്റ്റില്? ലിഫ്റ്റ് എത്ര എടുക്കുന്നു മറന്നുപോയി. 1 വർഷമായി. 1 വർഷമായി. അയ്യോ ഡോറ എനിക്ക് പോലെ ഇരിക്കേണ്ടവരുണ്ട്. അനീഷ് ലിഫ്റ്റ് ഉണ്ട്. കുറച്ചാളായി ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ കാണാം. ഓ മൊത്തം എക്സ്പ്രഷൻ കണ്ടാ അറിയാം. 20 കിലോ 20 അടിച്ചത്. അടുത്തതായി അനീഷിന്റെ ഡെഡ് ലിഫ്റ്റ്. അനീഷാണ് ഏറ്റവും എളുപ്പം. കുറച്ച് താഴെ പോയാൽ അല്ലേ? അവിടെ കോച്ചോടെ എന്താ പറയാ? പെട്ടെന്ന് ബാക്ക് ബാക്ക് എന്ന് പറയാ ചന്തിയല്ല അവിടെ. അനീഷ് maximum put in the close around you. Lift the whole here. Okay. 1,
Yeah, 2. Okay. 3, 2, 1. Lift the hold here. Hold. Just let me move. Okay. 3, 2, 1. Go. 1, 2, 6, 8, 9. One more 10. Okay, relax. വിജയ് സൂപ്പർ. 7, 8, 1, 2, 9, 10. നിഷിന് പണ്ട് തൊട്ടേ ഉള്ള സാധനമാണ് ബൈസ്. ജനറ്റിക്കാണ് ഈ ബൈസ്. 1, ഓ 2, 3. വേഗം തോന്നുന്നു. കൊള്ളാം. അയ്യ ഫസ്റ്റ് ക്ഷീണം. രണ്ടാമത്തെ ഡേ ആയിട്ട് ഇതൊക്കെ തന്നെ. ബിജു ഒരു ടാറ്റ് നിങ്ങൾ എത്ര പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്താ ആസ്ട്രോനോട്ട് എന്തിനാ അടിച്ചെന്തിനാ? ചുമ്മാ അത് കണ്ടടിച്ച്. ഇത് സംഭവം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ടാറ്റു. ആ. ഇവിടെ എവിടെയാണ് ആ ഇതേതാ ഗ്രഹം? കാക്കയല്ലേ ഇത്? റോക്കറ്റ്. ആ പറഞ്ഞു നന്നായി. ഇത് ഇത് ഏതോ ഇത് ശുക്രൻ. ഇത് എന്താ അടിച്ച? ആസ്ട്രോണറ്റ് ആവണമെന്നാണ് ആഗ്രഹം. വെറുതെ കണ്ടിഷ്ടപ്പെട്ട് അടിച്ചത്. ഹ്യൂമാനിറ്റീസ് എടുത്താൽ ആസ്ട്രോണറ്റ് ആവാൻ പറ്റുമോ? ഹ്യൂമാനിറ്റീസ് എടുത്താ ഇല്ല പറ്റില്ല. ഉറപ്പ്? യെസ്. അനീഷ് ഡോക്ടർ ആയതുകൊണ്ട് സ്തെത്തും. ഇത് സ്തെത്ത് ഡോക്ടറിൻ്റെ സഞ്ചരിക്കുന്ന ഡോക്ടർ കണ്ടോ? ബാക്ക് പാക്ക് ഉണ്ട്. ഇത് കാക്ക. എല്ലാത്തിനും കാക്ക ഉണ്ടോടാ? കാക്കയാണോ ഫ്ലൈറ്റ് ആണോ എന്തോ ആണ്. മൈക്കുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പുള്ളി തമ്പാനൂര് പോവും, തിരിച്ചു വരും, അങ്ങനെയൊക്കെ. Go. 1, 1. Okay, relax. ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കണല്ലോ. വിജയ്ക്ക് ആപ്സ് ആണ്. നമ്മൾ ഇന്നലെ ആപ്സ് ചെയ്തതുകൊണ്ട് ഇന്ന് നമുക്ക് ഇല്ല. കാരണം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് റെസ്റ്റ് ഡേയും കൂടി ആയതുകൊണ്ട് വിജയ്ക്ക് ആപ്സ്. Touch it. ഞാൻ നമ്മുടെ കഥ Feel it, touch it. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 more. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ക്യാമറ ചെയ്ത് കേട്ടോ. നമ്മളെല്ലാം ഇത് വിളിച്ചാട്ടോ. വിജയ്, ഞാൻ ഇപ്പോഴും പറയാം, നമ്മൾ ആരും വർക്കൗട്ട് ചെയ്താൽ നിനക്ക് പിടിക്കില്ല. നീ നിനക്ക് വേണം, നീ സ്വന്തം ചെയ്തേ പറ്റുള്ളൂ. എന്റെ ഉണ്ട് പൈസ കൊടുത്താൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2, 3, 6, 7, 8, 9, 1 more, 10. അങ്ങനെ പിടിച്ചോണ്ടിരിക്കണ അങ്ങനെ പാടുണ്ട്. എവിടെ കിടന്നത് ഇവിടെ എത്തിയതുണ്ട്. ഇന്ന് കളിച്ചതിന്റെ വേദന നാളെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നീയായിട്ട് തന്നെ ചെയ്താലേ പറ്റുള്ളൂ. 10 സെക്കൻഡുള്ള റെസ്റ്റ് ചെയ്യ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 more, 10 more. 9, 8, 7, 6, 5, 4, 3, 2, 1. Okay. ഇപ്പൊ എനിക്കൊരു വിശ്വാസം പറയാം, ബിജോയ്ക്ക് ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് ഉണ്ടാവും. ബിജോയ്ക്ക് ചേഞ്ച് ഉണ്ടാവും. നല്ല മാറ്റം ഉണ്ടാവും. വിജയ്ക്ക് ചേഞ്ച് ഉണ്ടാവും. കഴിച്ച് നിങ്ങൾ നോക്കിക്കോ. ഒരു മാസം കൊണ്ട് അവൻ എങ്ങനെ ചെയ്യുന്നുണ്ടാവും. അന്നത്തെ ബൈക്കിലേക്ക് തിരിച്ച് ആംബുലൻസിൽ പോകും. ഒരു മാസം കൊണ്ട് എത്ര കിലോ കുറയ്ക്കാൻ പറ്റും? എത്ര കിലോ വയ്ക്കും? 2 കിലോ. 2 കിലോ. ഇതിപ്പോ ഈ 5 കിലോ കയറ്റിപ്പോ
അവിടെ പോയി എത്ര പൊറോട്ട കിലോ മുട്ട കറി കഴിച്ചോ, എന്നാണ്? ഒരു മാസം 4 കിലോ ഒക്കെ കിട്ടും. നേരത്തെ എത്ര തോന്നുന്നു ഒരു മാസം? നേരത്തെ 8-9 കിലോ എടുത്തിട്ടുണ്ട് ഒരു മാസം. അപ്പം ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് വെച്ചിട്ടാണ്. വയറത് ഇത് പിടിക്കൂടാ, ഇനി ബാക്കി. കൊളുത്തി പിടിക്കുന്നു. ഈ വയറ് നല്ല വർക്കുണ്ട്. Stretch ചെയ്യ്. സ്ട്രെച്ച് ചെയ്താണ്. കൈലോക്കി സ്ട്രെച്ച് ചെയ്താണ്. പുള്ളി professional കൈലോക്കി സോക്സ് നിക്കർ കൊണ്ടാ തന്നെ അറിയാം. നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി ട്രെഡ്മില്ലും കൂടി കിടന്ന് ഓടണം. അപ്പോൾ ബിജോയ് സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ വർക്കൗട്ടൊക്കെ? അടിപൊളി. ചേഞ്ച് വരുമെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായും. ഇന്ന് ഞാൻ വിചാരിച്ച കണക്കല്ല കേട്ടോ, ബിജോയ് ചെയ്യുന്നുണ്ട് നല്ല പോലെ. പുള്ളി ഇതിനൊക്കെ ചെയ്താൽ നല്ല മാറ്റം വരും, അതെനിക്ക് 100% ഉറപ്പാണ്. നമ്മൾ ഇവനെ കളിയാക്കും, കാരണം നമ്മൾ കളിയാക്കുമ്പോഴാണ് കൂടുതൽ മോട്ടിവേറ്റഡ് ആവുന്നത്. അത്രേ ഉള്ളൂ. പണ്ട് എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. പോയിട്ട് വേണം പൊറോട്ട ബീഫ് തിന്നാൻ. ഇതാണ് മൈൻഡ് സെറ്റ് പുള്ളിയില. എനിക്ക് പൊതുവെ ഫ്ലെക്സിബിലിറ്റി ഇല്ല, നമുക്കല്ല, ഇവനും ഇല്ല, അനീഷിനും ഇല്ല. അവന് പിന്നെയും നമ്മളെങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മൊബിലിറ്റി ട്രെയിനിങ്ങും സ്ട്രെങ്തനിങ് വർക്കൗട്ടും കൂടിയാണ്. കാരണം ക്രിക്കറ്റ് കളി ഉള്ളതുകൊണ്ട് പെയിനുകൾ, എനിക്ക് ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ല. ബിജോയ്ക്കോ? ഫ്ലെക്സിബിലിറ്റി ഇല്ല ഗൈസ്. എന്താ ഉള്ളത്? ഇത് തടിയുണ്ട്, ഫാറ്റ് ഉണ്ട്. യെസ്, അതാണ് പുള്ളിക്കുള്ളത്. മില്ല് സ്റ്റാർട്ട് ചെയ്യാൻ ഞാനും കൂടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ബാക്കിനോടല്ല. ബാഗിൽ നോടല്ല അത്. ഇത് 10 മിനിറ്റ് 10 മിനിറ്റ് 10 ഓക്കെ. ആരും 10 മിനിറ്റ് ചെയ്യുന്നില്ല. ഇല്ല, 10 മിനിറ്റ് ചെയ്യാം. ഓക്കെ. ആ കൈക്ക് നമുക്ക് പട്ടം പ്രസ് ചെയ്താൽ സ്റ്റോപ്പ് ആവും കേട്ടോ. എത്രയായി? 3 മിനിറ്റ് കൂടെ ഉണ്ട്. 9 മിനിറ്റ്, 7 മിനിറ്റ് കൂടെ ഉണ്ട്. അല്ല, 3 മിനിറ്റ് ചെയ്തോ, 2 മിനിറ്റ് ഇന്നലെ ചെയ്തില്ല. 10 മിനിറ്റ്. അയ്യോ, ഒരു മിനിറ്റ് കൂടെ ആണ്. ഇല്ലടാ, സ്റ്റെപ്പ് പറഞ്ഞാൽ താഴെ ഓഫ് ആയിപ്പോളെ. 9.10 ഒരു സ്റ്റെപ്പ് താഴെ പോയപ്പോൾ തനി ഓട്ടോമാറ്റിക് ഓഫ് ആയിപ്പോയി. രണ്ടാമത് 7 സ്പീഡ് കിട്ടിട്ട് 49 സെക്കൻഡ് ഓടി. ഭയങ്കര പാട്. അയ്യോ ഗൈസ്, ബിജോയ് 19 മിനിറ്റ് നടന്നു. മെഡിക്കൽ മിറാക്കിൾ 2 കൽപ്പിച്ചല്ലേ ബിജോയ്? നടക്കാൻ പറഞ്ഞ്. ഓ ഗൈസ്, ബിജോയ് 2 കിലോമീറ്റർ നടന്നിരിക്കുകയാണ്. ഓ ഗൈസ്, ഇത് പ്രൗഡ് ബിജോയ്. ആദ്യ ദിവസം തന്നെ നീ നല്ലപോലെ വർക്കൗട്ട് ചെയ്തല്ലോ, സന്തോഷമുണ്ടേ. ഹേ ഗൈസ്, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ദിവസത്തെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ബിജോയ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ദിവസം കഴിയട്ടെ. അതെ, എന്തായാലും ബിജോയ് എന്തായാലും കൊള്ളാം. ഇതുപോലെ എല്ലാ ദിവസവും വന്നാൽ സെറ്റ് ആവും. കാരണം നമ്മൾ ഇവനെ കളിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവനൊരു മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയാണ്. നിനക്കത് തെറ്റായിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ. അല്ല, ഞാൻ അവനെ ഊക്കുമെന്ന് വെച്ചാൽ ഇവൻ്റെ കുറേ നാളുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു. എന്ത് അനീഷേ? അപ്പോൾ ഇവൻ അത് ചെയ്യാൻ വയ്യ, മടി. കാരണം വേറൊരു ജിമ്മിൽ ഇതാണ് കൊണ്ട് ചേർത്ത്, അതുകൊണ്ട് വീണ്ടും നേരെ ഓപ്പോസിറ്റ്, അവിടെയും പോയിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മളുടെ രാവിലെ അടിച്ച് തൂക്കി എടുത്തുകൊണ്ട് വരികയാണ്. രാവിലെ 7:30 നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പം എല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മളിപ്പോഴത്തെ ജിമ്മ് വരുന്നതെന്ന് വെച്ചാൽ 4-5 HDFC ബാങ്കിൽ മുകളിലുള്ള വോക്ക് ജിമ്മാണ്. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. നമ്മൾ മാത്രമല്ല, എല്ലാവരും ഹെൽത്തി ആയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് ഇരിക്കണം. കാരണം ഇപ്പം എല്ലാവരും ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ പാടാണ് കുറയ്ക്കാൻ. അതെ, ഇത് ഡയറ്റ് കൂടി എടുക്കണം, വർക്കൗട്ട് മാത്രമല്ല, ഡയറ്റാണ് മെയിൻ. ഓക്കെ, ഡയറ്റ് ഫസ്റ്റ് ഇതെല്ലാം എടുക്കാൻ ഞാൻ ചോദിച്ചാൽ പറഞ്ഞ 2-3 ദിവസം കഴിഞ്ഞു. പോലെ ടാസ എറണാകുളത്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് സെറ്റാണ്. ടാസ 40 വയസ്സിൽ നിന്ന് ഇപ്പൊ 30 വയസ്സായിട്ടുണ്ട്. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ബൈ ഗൈസ്, ലവ് യു.